ലൈംഗിക പീഡന കേസിൽ പിടിയിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസം SITയുടെ കസ്റ്റഡിയിലായിരിക്കും. ഇനി പ്രതിയുടെ ജാമ്യാപേക്ഷ 16 തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതി പരിഗണിക്കും. അതേസമയം മാവേലിക്കര ജയിലിൽ നിന്ന് ഇറക്കിയത് മുതൽ വഴിയിൽ പലയിടങ്ങളിലും രാഹുലിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. കരിങ്കൊടി, ആക്ഷേപം ചൊരിയുന്ന പ്ലക്കാർഡുകൾ, നമ്പർ 1 കോഴി എന്ന് രേഖപ്പെടുത്തിയ ട്രോഫി, മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നവരുടെ മുട്ടയേറും. മാവേലിക്കര സബ് ജയിലിന് പുറത്ത്, തിരുവല്ല താലൂക്ക് ആശുപത്രി വളപ്പിൽ, പിന്നീട് കോടതി പരിസരത്ത്, ഇവിടെയെല്ലാം കനത്തത് പ്രതിഷേധ സ്വരങ്ങളാണ്. എല്ലായിടവും ഏറെ പണിപ്പെട്ടാണ് പ്രതിയുമായി പോലീസ് കടന്നുപോയത്. അസാധാരണമെന്ന വണ്ണം പ്രതിഷേധക്കാരെ നോക്കി പുഞ്ചിരി തൂകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. തിരുവല്ല കോടതിയിൽ 20 മിനിറ്റ് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് MLAയെ 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതും പ്രത്യേകം പാകം ചെയ്തെടുത്തതുമായ കേസാണിതെന്ന് പ്രതിഭാഗം വാദിച്ചു. SIT കസ്റ്റഡിയിൽ വിടുന്നതിൽ പ്രതിഭാഗത്തിന്റെ അഭിപ്രായം കോടതി തേടിയെങ്കിലും എതിർവാദങ്ങൾ അത്രയും അവഗണിച്ചു. കേസിലെ പരാതിക്കാരി വിദേശത്തു നിന്നും തിരികെ എത്തിയതായാണ് സൂചന. ഇവരെ കോടതിയിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ അടുത്ത ദിവസം പ്രതീക്ഷിക്കുന്നു. പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പാണ് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട നടപടി. 2024 ഏപ്രിൽ മാസം 8-ന് ഇവിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. സതീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.